ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ശവ്വാലമ്പളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പുണ്യമാസമായ പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞ് ശവ്വാലിൻ്റെ പൊന്നമ്പിളി മാനത്ത് ഉദിച്ചുയർന്ന് പെരുന്നാൾ സുദിനത്തിൽ തക്ബീർ മുഴക്കിക്കൊണ്ട് ഈദുഗാഹുകളും പള്ളികളും സജീവമായപ്പോൾ ഇൻഷാ അല്ലാ പീസ് റേഡിയോയും അതിൻ്റെ പെരുന്നാൾ സന്തോഷവുമായി സ്റ്റാർ ക്വസ്റ്റിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്ന പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ് ഇൻഷാ അല്ലാ നമുക്കിവിടെ കുറച്ച് കൂട്ടുകാരുടെ പ്രോഗ്രാമുകളുമായി നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാം. കുടുംബ ബന്ധങ്ങൾക്കും അതുപോലെ തന്നെ സന്തോഷങ്ങൾക്കും അതിരില്ലാത്ത വിധം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന വളരെ മനോഹരമായ സുന്ദര നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാർ ക്വസ്റ്റിലൂടെ നമുക്ക് കുറച്ച് കൂട്ടുകാരുടെ പ്രോഗ്രാമുകളിലേക്ക് കാതോർക്കാം. ആദ്യമായി സ്റ്റാർ ക്വസ്റ്റിൽ അൽ ഹിക്മ മദ്രസ ചമ്പാട് നിന്നും അൽ ഹിക്മ മദ്രസയിൽ നിന്നും ഒരു കൊച്ചു കൂട്ടുകാരൻ ഫൈസാൻ ഒരു പെരുന്നാൾ സ്പെഷ്യൽ ഗാനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. നമുക്കതൊന്ന് ശ്രദ്ധിച്ചിട്ട് അവൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ നൂറല്ലാഹ് സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. പറുദീസയിലുണ്ടൊരു മുല്ല, പരിഭാവനമായൊരസുരമുല്ല, പരിശോഭിതമാണ് നബിയുള്ള പരിശുദ്ധ റസൂലോരി സ്വല്ലല്ലാഹ്. പറുദീസയിലുണ്ടൊരു മുല്ല, പരിഭാവനമായൊരസുരമുല്ല, പരിശുദ്ധ റസൂലോരി സ്വല്ലല്ലാഹ്. നബിൻ പരിശോഭിതമാണ് നബിയുള്ളാഹ്. ലാഹുത്തിനധിപതിനൂറി ലാവണ്യത്തിനുളിബദിറി, ലാഹുത്തിനധിപതിനൂറി ലാവണ്യത്തിനുളിബദിറി, ലൗഹിൽ നിറഞ്ഞൊരു നായകരെ നബിയെ സ്വബറി, റൂഹേ ലോകം പടൈത്ത പുരാവനമേകിയതിന്നൂറേ, ജിന്നും ജബലു ജിബാലും പറവകളൊക്കെ പടച്ചവനെ അഹദേ, ജന്നാത്തുൽ ഫിർദൗസിൽ കോർത്ത കുരുത്തൊരു പേര് മുഹമ്മദ് രേ, ജിന്നും ജബലു ജിബാലും പറവകളൊക്കെ പടച്ചവനെ അഹദേ, ജന്നാത്തുൽ ഫിർദൗസിൽ കോർത്ത കുരുത്തൊരു പേര് മുഹമ്മദ് രേ. ഖുദ്സിന്റെ മിനാരമിലൂടെ മാനമിലേറെ പറന്നവരെ, മിഅ്റാജിൽ മന്നാനത്ത് മുനാജ നടത്തിയതും അജബേ, ഖുദ്സിന്റെ മിനാരമിലൂടെ മാനമിലേറി പറന്നവരെ, മിഅ്റാജിൽ മന്നാനത്ത് മുനാജ നടത്തിയതും അജബേ, മുനാജ നടത്തിയതും അജബേ. താളത്തിൽ അറബനമുട്ട്, ഈണത്തിൽ ദഫും കൊട്ട്, ഈരാവു പുലർന്നാൽ നബിയോരുടെ മംഗലമേ, ഇന്നീ ദുനിയാവിൽ അലങ്കൃതമായവരെ നബിയെ സുബിറി, ഇന്നീ ദുനിയാവിൽ അലങ്കൃതമായവരെ നബിയെ സുബിറേ. ഇല്ല ഇന്നീ ലോകത്ത് റസൂലെ പോലൊരു മുത്ത്, സൗജത്ത് ഖദീജത്തിനും സാന്ത്വനമന്നൂറെ, എന്നാൽ അല്ലാമുൽ ഹൈബറിയുന്നോനേകിയതിന്നൂറെ, എന്നാൽ അല്ലാമുൽ ഹൈബറിയുന്നോനേകിയതിന്നൂറേ. ആരാരും വാഴ്ത്തുന്ന മീമേ റസൂലുള്ളാഹ്, ആലത്തിൻ അധിപതിയോനവനേകിയ മുത്തേ ഖൈറുള്ളാഹ്, ആദരവായ റസൂലോരെ പൂമുല്ല, ആമ്പൽ തളിരിൽ തളിരിട്ടൊരു പൂമുട്ടോ നബി സല്ലല്ലാഹ്, പൂമുട്ടോ നബി സല്ലല്ലാഹ്. അർശിൽ അസ്ദ നബിയുള്ളാഹ്, റൂഹൻ നബിയെ നൂറുള്ളാഹ്, ഹാജത്ത് ആചാരത്തിനെ നീടുവാൻ
അബിയൽ അഹ്മർ നിറമല്ലേ അജ്വാത്തോപ്പിൽ നൂറില്ലേ ആലംബമേയൻ റൂഹിലെന്നും ഹുദാ. മാഷാ അല്ലാ. ഫൈസാൻ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മകൾ അല്ലേ അയവിറക്കാൻ പറ്റിയ ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ നമ്മളെ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് നമുക്ക് ജീവിച്ച് വരച്ച് കാണിച്ചു തന്ന പരിശുദ്ധ പ്രവാചകനെ കുറിച്ചുള്ള മനോഹരമായ ഒരു ഗാനമാണ് മാഷാ അല്ലാ ഫൈസാൻ നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അൽ ഹിക്മ മദ്രസ ചെമ്പാട് നിന്നും. ഏതായിരുന്നാലും സ്റ്റാർ ക്വസ്റ്റിൽ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കൊച്ചു കൂട്ടുകാരൻ ബിലാൽ സൽമാൻ, ഇതുവരെ നമ്മൾ കേട്ടത് ഫൈസാൻ്റെ ഗാനമാണെങ്കിൽ ഒരു കിടിലൻ സ്പീച്ചുമായിട്ട് നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരൻ, ഇവൻ്റെ പ്രത്യേകത ഇവൻ UKG സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, വളരെ ചെറിയ കൊച്ചു മോനാണ് ബിലാൽ സൽമാൻ. ഒരു സ്പീച്ചുമായിട്ട് നമുക്ക് മുന്നിലെത്തുന്നു. അവൻ്റെ സ്പീച്ച് നമുക്കൊന്ന് കേട്ടിട്ട് വീണ്ടും തിരിച്ചു വരാം ഇൻഷാ അല്ലാ. എൻ്റെ പേര് ബിലാല്. എൻ്റെ സ്ഥലം കൊല്ലം ജില്ല റൈറ്റിൽ. ഞാൻ പഠിക്കുന്നത് റെറ്റില്ല സ്കൂൾ UKG. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ചെറിയ പെരുന്നാളല്ലേ, എല്ലാവർക്കും സന്തോഷമല്ലേ? എനിക്കും ഒരുപാട് സന്തോഷമാണ്. അതുകൊണ്ട് നമ്മളടുത്ത് ആഘോഷിക്കാൻ പറഞ്ഞ 2 ദിവസങ്ങളാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. അതാവുമ്പോൾ ഞാൻ രാവിലെ എണീക്കും, കുളിച്ച് പുട്ടുകൊണ്ടുപ്പൊക്കെ ഇട്ട് പട്ടരൊക്കെ പൂശി പാപ്പാടെയും ഉമ്മാടെയും ഇത്താടെയും കൂടെ വീട്ടിൽ നിസ്കരിക്കാൻ പോകും. നിങ്ങളില്ലാതെ പോവാറില്ലേ കൂട്ടുകാരെ? എന്നിട്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ കുടുംബത്തിൻ്റെ വീട്ടിലൊക്കെ പോവാറുണ്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ ബിരിയാണിയൊക്കെ വെച്ച് കഴിക്കും. വൈകിട്ട് പിന്നെ ഞങ്ങളുടെ ഉമ്മയുടെ വീട്ടിൽ പോകും. അവിടെ അണിയനൊക്കെ ആയിട്ട് കഴിക്കും. അപ്പം നല്ല രസമായിരിക്കും. മാഷാ അല്ലാ. ബിലാലിൻ്റെ സംസാരം കേട്ടപ്പോലേ എത്ര ക്യൂട്ടായിട്ടാണ് കൊച്ചുമോൻ സംസാരിക്കുന്നത്. പെരുന്നാളിന് ഗീതികാഹിൽ പോകും, ബിരിയാണി കഴിക്കൂലേ. മാഷാ അല്ലാ. സ്റ്റാർ ക്വസ്റ്റിൽ നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ദിവസം, ഈ ഒരു പെരുന്നാൾ ദിവസം നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൊച്ചുമോൻ, UKGയിൽ പഠിക്കുന്ന കൊച്ചുമോൻ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു. പെരുന്നാളിന് അവൻ ഈദ്ഗാഹിലേക്ക് പോകും, പിന്നെയോ കുടുംബത്തിലൊക്കെ സന്ദർശനം നടത്തും. പിന്നെ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ മറന്നിട്ടില്ല, ബിരിയാണി കഴിക്കും. പിന്നെ കൂട്ടുകാരോടൊപ്പം കളിക്കും, ഉമ്മാൻ്റെ വീട്ടിൽ പോകും. ഇതെല്ലാം കഴിഞ്ഞാൽ എന്ത് രസവാ അല്ലേ. അവൻ അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. മാഷാ അല്ലാ. ബിലാൽ സൽമാൻ മാഷാ അല്ലാ ഉഷാറായിട്ടുണ്ട്. നല്ല സന്തോഷമായി നമുക്കത് കേട്ടപ്പോൾ. ഏതായിരുന്നാലും കൊച്ചു കൂട്ടുകാരൻ്റെ പ്രസംഗം നമ്മൾ കേട്ടല്ലോ. അവൻ ഇനിയും ഇതുപോലെയുള്ള പ്രസംഗങ്ങളൊക്കെ പറഞ്ഞ് പാട്ട് പാടി നമ്മളെ സന്തോഷിപ്പിക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് 5ാം ക്ലാസ്സിലെ ഒരു കൂട്ടുകാരി നമ്മളോടൊപ്പം ചേരുന്നു, സൻഹ പർവീൻ. ഒരു കിടിലൻ പാട്ടുമായി സ്റ്റാർ ക്വസ്റ്റിൽ നിങ്ങളോടൊപ്പം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് സൻഹ പർവീൻ. ഞാൻ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിലു ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ, കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഖൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അതു കേട്ടു സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ. അതിർപ്പൂവാം ബിലാലിൻ സ്വരനാദം, യാ റസൂലേ. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിലു ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. ഒരു നാരിൽ വട
ദിനമിൽ തളർന്നു തകർന്ന വീടാണത്. ഒരു രാവിൽ പശയാളെ തിരുനൂറരെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിൻ്റെ കൂടാണത്. ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീടാ, ഉടയാടയൊന്നും ഉടയ്ക്കാത്ത കൂടാ. ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയാ. ചിത്തിര പൂമുഖം ചേർക്കാനാ പന വീടിനും കൊതിയ. ചിരിക്കുന്ന നബിയോരെ മഴവിൽ തെളിയും മുത്ത് പതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂട്. മുത്ത് പതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂട്. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിൽ അതു നിധിയാണേ. പടിവാതിലു ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. പനിയായി റസൂലിൻ്റെ ചൂടേറ്റ ഗേഹം, മലക്കുൽ മൗത്തിൻ്റെ വരവ് കണ്ടപ്പോൾ കുടുങ്ങി വേഗം. പതിയെ പിടിക്കൻ റസൂലെന്ന നാദം മനസ്സിൽ പറഞ്ഞ മലരമുത്തിനെ നോക്കിയ നേരം. ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടു, ഉടലായ മകളും ഉരുകുന്ന കണ്ടു. മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീട, മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കൂട. വിതുമ്പുന്ന നബിയോരെ തുളുമ്പുന്ന മിഴിനീര് ഒപ്പിയെടുത്തൊരു ചുവരാണ സ്വർഗക്കൂട്. ഒപ്പിയെടുത്തൊരു ചുവരാണ സ്വർഗക്കൂട്. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിൽ അതു നിധിയാണേ. പടിവാതിലു ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ. അതു കേട്ടു സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ. അതുർപ്പൂവാം ബിലാലിൻ സ്വരനാദം, യാ റസൂലേ. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ. പടിവാതിലു ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. മാഷാ അല്ലാ. 5ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി സൻഹ പർവീൻ അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മദീന പ്രദേശങ്ങൾ, അതിൻ്റെ രാജാവായ ഒരു രാജാവിൻ്റെ വീടിൻ്റെ അവസ്ഥ നമ്മളോട് പറയാണ്. പനയോലയിലുള്ള ചെറിയ ഒരു കുടിലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന യഥാർത്ഥ ചരിത്രം അല്ലേ? എത്ര മനോഹരമായിട്ട് അവൾ പാടിയിട്ടുള്ളത് 5ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി സൻഹ പർവീൻ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. വ്യത്യസ്തമായ വിഷയങ്ങളിലുള്ള അവതരണങ്ങൾ, വ്യത്യസ്തമായ ചരിത്രങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന സുന്ദര നിമിഷങ്ങൾ ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ അല്ലേ? എത്രയോ ഭാഗ്യവാന്മാരാണ് സ്റ്റാർ ക്വസ്റ്റ് കേൾക്കുന്ന, പീസ് റേഡിയോ കേൾക്കുന്ന നമ്മളെല്ലാവരും. ഇൻഷാ അല്ലാഹ് സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അടുത്തതായി 2ാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരി സഹിയ ഫാത്തിമ. സഹിയ ഫാത്തിമ നമ്മൾക്ക് വേണ്ടി ഒരു കൊച്ചു ഗാനം അവതരിപ്പിക്കുന്നു. എൻ്റെ പേര് സാഹിയ ഫാത്തിമ. ഞാൻ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. നടക്കുമ്പോളോർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടാലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്,
കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന് മിഴികൾ ചിമ്മി തുറക്കും മുമ്പൊടുങ്ങുമെല്ലാം റബ്ബിൻ മൊഴികളിലണുമാണി പതിരുമില്ല. മിഴികൾ ചിമ്മി തുറക്കും മുമ്പൊടുങ്ങുമെല്ലാം റബ്ബിൻ മൊഴികളിൽ മണുമണി പതിരുമില്ല. കിതച്ചോടെ പിടിച്ചത് വെറുതെയാണ്, കിതച്ചോടെ പിടിച്ചത് വെറുതെയാണ്. കൂട്ടി കിഴച്ചാലോ പൂജ്യത്തിൽ താഴെയാണ്. സലാമത്തിൽ ഇരയ്ക്കാനാൽ കൊടിയ ശിക്ഷ റബ്ബിൻ ഷഹാദത്തിൽ ഉറച്ചോർക്ക് വിജയം തീർച്ച. നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്. മാഷാ അല്ലാ. സാഹിയ ഫാത്തിമ അല്ലേ? എത്രയോ നോക്കൂ, നല്ല സന്തോഷത്തിൻ്റെ സമയത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ ശവ്വാൽ അമ്പിളി ഉദിച്ചുയർന്ന് നമ്മൾ പള്ളികളിലൊക്കെ പോയി വന്നു. ഇൻഷാ അല്ലാ കുടുംബങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്ന, കൂട്ടുകാരോടൊപ്പം സന്തോഷം പങ്കിടുന്ന ഈ ഒരു വേളയിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത വളരെ ഗൗരവകരമായ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. സാഹിയ ഫാത്തിമ മരണം അല്ലേ? ഏത് സമയത്തും ഏത് സന്തോഷവേളകളിലും നമ്മിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് മരണം. മരണത്തെക്കുറിച്ച് മറക്കാൻ പാടില്ല എന്ന് ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിലൂടെ സാഹിയ ഫാത്തിമ നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. മാഷാ അല്ലാ, വളരെ സുന്ദരമായിട്ട് 2ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി നമ്മൾക്ക് പാടിത്തന്നു. അടുത്തതായിട്ട് മീന നസീം വീട്ടി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന, മൈസസ് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി മീന നസീം വീട്ടി ഒരു കിടിലൻ സ്പീച്ചുമായി നമ്മുടെ മുന്നിൽ സ്റ്റാർ ക്വസ്റ്റ്യൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു കൊച്ചു സംഭവമാണ് പറയാൻ പോകുന്നത്. ഒരിക്കൽ ഒരു ഉമ്മമ്മ വിറക് വീട്ടിലേക്ക് ആക്കി തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലുടെയും സഹായം ചോദിച്ചു നിൽക്കുകയായിരുന്നു. ആ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വഴിയിലൂടെ കടന്നുപോയി. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിറക് എടുത്ത് തോളിൽ വെച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുത്തു. ആ സമയത്ത് ആ ഉമ്മമ്മ പറഞ്ഞു, മോനെ, നിന്റെ പോലെയുള്ള നല്ല മനുഷ്യർ ഇപ്പോഴും ഉണ്ടോ? അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ മോനെ, എൻ്റെ കയ്യിൽ നിനക്കായിട്ട് തരാൻ ഒന്നുമില്ല, പക്ഷേ ഞാനൊരു ഉപദേശം തരാം. മക്കയിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ട്. അവന്റെ മതത്തിൽ നീ മേലാൽ കൂടരുത്. അവൻ ഇവിടെ പുതിയ മതം ഉണ്ടാക്കുകയാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമ്മമ്മ, ഞാനാണ് ആ മുഹമ്മദ് എന്ന്. അപ്പോൾ ആ ഉമ്മമ്മ പെട്ടെന്ന് നെട്ടിത്തരിച്ചു പോയി. അവർ അപ്പോൾ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാം മതം സ്വീകരിച്ചു മരിക്കുകയും ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിന നസീം അല്ലേ? എത്ര മനോഹരമായിട്ടാണ് പ്രവാചകൻ്റെ ഒരു ചെറിയ ചരിത്ര സംഭവം നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രയും വെറുത്ത ഒരു സ്ത്രീക്ക് പോലും കാരുണ്യത്തിൻ്റെ പെരുമയ പെയ്യിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിയുടെ ആ ഒരു വിട്ടുവീഴ്ച കാരണം
ഒരുപാട് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടെയാണ് ഈ ഒരു ചരിത്ര സംഭവം. ഏതായിരുന്നാലും മിന നസീമിൻ്റെ ഈ ഒരു സ്പീച്ച് നമ്മൾ കേട്ടല്ലോ. അതിൽ നമുക്കും ചില ഗുണപാഠങ്ങളുണ്ട്. എന്താ ഗുണപാഠം? ആരൊക്കെ എന്തൊക്കെ നമ്മളെ എതിർത്ത് സംസാരിച്ചാലും നമ്മളോട് ദേഷ്യപ്പെട്ടാലും അവരോടൊക്കെ കാരുണ്യത്തിൻ്റെ സംസാരങ്ങൾ മാത്രം സംസാരിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ മിന നസീമിൻ്റെ ഈ ഒരു സ്പീച്ചിൽ, ഈ ഒരു പ്രസംഗത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഇൻഷാ അല്ലാഹ് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഈ ഒരു പ്രസംഗത്തിന് ശേഷം നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വാലിഹിൻ്റെ ഒരു മനോഹരമായ ഗാനത്തിലേക്ക് കാതോർക്കാം. അൽ അമീൻ ഹൈസ്കൂൾ കേച്ചേരിയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വാലിഹ് ഒരു അടിപൊളി ഗാനവുമായി. അസ്സലാമു അലൈക്കും. ഫക്കീറിൻ്റെ വേഷമണിഞ്ഞ് ഫിക്റുകളറിയാനായി തൊനിഞ്ഞ് രാവിൻ സഫറായി ഭരണത്തലവൻ ഉമർ ഖലീഫ. അന്ന് മരുമണൽ താണ്ടി നടന്ന് ഖലീഫ, മനുഷ്യരെ കഥകൾ തിരക്കി ഖലീഫ. മരുമണൽ താണ്ടി നടന്നു ഖലീഫ, മനുഷ്യരെ കഥകൾ തിരക്കി ഖലീഫ. ഊണുറക്കില്ലാതെ പ്രജകളെ ഉള്ളുകളറിയാലേ ഫക്കീറിൻ്റെ വേഷമണിഞ്ഞ് ഫിക്റുകളറിയാനായി തൊനിഞ്ഞ് രാവിൻ സഫറായി ഭരണത്തലവൻ ഉമർ ഖലീഫ. അന്ന് ഉമർ ഖലീഫ ഒരു ദിന നട്ടപ്പാതിര നേരം ഒരു കുടിലിൽ കാണും തിരിവെട്ടം പതുങ്ങി നടന്നു. ധൃതിയിൽ ഉമർ ഖലീഫയും ചെന്നേ വീട്ടിൽ പരസ്പരം അവരുടെ തറുതല കേട്ട് പൊന്നുമ്മയും മകളെന്നറിഞ്ഞിട്ട് കാതോത്ത കുടിലിൻ ചാരത്ത് ഉമർ ഖലീഫ. അവരുടെ കാര്യവും വഴക്കും കേട്ട് തരിച്ച് നിന്ന് ഖലീഫ. ഫക്കീറിൻ്റെ വേഷമണിഞ്ഞ് ഫിക്റുകളറിയാനായി തൊനിഞ്ഞ് രാവിൻ സഫറായി ഭരണത്തലവൻ ഉമർ ഖലീഫ. ഉമർ ഖലീഫ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്. നേരത്തെ നമ്മുടെ മിന നസീമിൻ്റെ സ്പീച്ചിൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, പ്രവാചകൻ്റെ കാരുണ്യം അല്ലേ? എങ്ങനെ ഭരണം നടത്തണമെന്ന് അണികൾക്ക് കാണിച്ചു കൊടുത്ത പ്രവാചകൻ്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുമ്പോൾ ഉണ്ടായ ഒരു ചരിത്ര സംഭവം അല്ലേ? തൻ്റെ പ്രജകൾ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാൻ രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിന് മാതൃകയായ ഖലീഫ ഉമറിൻ്റെ മനോഹരമായ ഒരു ചരിത്ര സംഭവം പാട്ടാക്കി കോർത്തിണക്കി സ്വാലിഹ് മാഷാ അല്ലാഹ് വളരെ കിഡിലനായിട്ട് നമുക്ക് അവതരിപ്പിച്ചു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അൽ അമീൻ ഹൈസ്കൂൾ കേച്ചേരിയിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിലെ സുഹൃത്ത് സ്വാലിഹ് നമുക്ക് അവതരിപ്പിച്ചു തന്നു. പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഒരുപാടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു ഗാനത്തിൽ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പെരുന്നാൾ ദിന സ്പെഷ്യൽ ശവ്വാലമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പാട്ടുകളും കഥകളും ചരിത്ര സംഭവങ്ങളുമായിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ മുന്നിലെത്തുന്നു മദ്രസത്തു സലഫിയ കൊടുവായൂരിൽ നിന്നും ഒരു ഗാനവുമായി അസ്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുനിയാവിൽ നമ്മളോ വിരുന്നുകാര്, ഇവിടെ സ്ഥിരവാസം ലഭിച്ചതാര്. ദുനിയാവിൽ നമ്മളോ വിരുന്നുകാര്, ഇവിടെ സ്ഥിരവാസം ലഭിച്ചതാര്. തൊട്ടു തലോടിയോരൊട്ടും അടുക്കൂല, വിട്ടു പിരിയുന്ന
കെട്ടുകൾ മൂന്നിൽ പോതിന്നിട്ടെടുക്കൂലേ, ഒറ്റയ്ക്ക് പോകും അന്നേരം, ഓ ഒറ്റയ്ക്ക് പോകും അന്നേരം. ദുനിയാവിൽ നമ്മളോ വിരുന്നുകാര്, ഇവിടെ സ്ഥിരവാസം ലഭിച്ചതാര്. ആരെയും കൂസാതെ നെഞ്ചം വിരിച്ചവർ ആരാന്റെ ചുമലേറിപ്പോണം. ആരെയും കൂസാതെ നെഞ്ചം വിരിച്ചവർ ആരാന്റെ ചുമലേറിപ്പോണം. ആറുകാലുള്ളൊരു കട്ടിലിലേറുമ്പോൾ ആഡംബരക്കാറ് ആർക്ക് വേണം, മാളിക പുരയാർക്കു വേണം, മാളിക പുരയാർക്കു വേണം. ദുനിയാവിൽ നമ്മളോ വിരുന്നുകാര്, ഇവിടെ സ്ഥിരവാസം ലഭിച്ചതാര്. ആ പള്ളിക്കാട്ടില് 6 മണ്ണില് ആരാരുമില്ലാത്ത വാസം. ആ പള്ളിക്കാട്ടില് 6 മണ്ണില് ആരാരുമില്ലാത്ത വാസം. ആടുന്ന തൊട്ടിലിൽ മണിയറമെത്തയിൽ ആടിയോർക്കും കബറന്നേരം. അകതാരിൽ വേണം വിചാരം, അകതാരിൽ വേണം വിചാരം. ദുനിയാവിൽ നമ്മളോ വിരുന്നുകാര്, ഇവിടെ സ്ഥിരവാസം ലഭിച്ചതാര്. ദുനിയാവിൽ നമ്മളോ വിരുന്നുകാര്, ഇവിടെ സ്ഥിരവാസം ലഭിച്ചതാര്. മാഷാ അല്ലാ, അസ്ലമിൻ്റെ ഗാനം നമ്മൾ ശ്രദ്ധിച്ചല്ലോ സ്റ്റാർ കോസ്റ്റിലൂടെ. നോക്കൂ, ശരിക്കും ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? ചില ആളുകളുടെ ജീവിതമൊക്കെ കണ്ടാൽ ഇവിടെ തന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ചു പോകുന്ന ചില ആളുകളുണ്ട് അല്ലേ. ദുനിയാവ് തന്നെയാണ് എല്ലാം, ഇവിടുന്ന് അങ്ങോട്ടൊന്നുമില്ല, മരണശേഷം ഒരു ജീവിതമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാനും പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും യഥാർത്ഥത്തിൽ അസ്ലമിൻ്റെ പാട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ അല്ലേ. സ്റ്റാർ കോസ്റ്റിലൂടെ വളരെ മനോഹരമായിട്ട് സുന്ദരമായിട്ട് മദ്രസത്തുൽ സലഫിയ കൊടുവായൂരിലെ കൊച്ചു കൂട്ടുകാരൻ അസ്ലം നമുക്ക് ഓർമ്മിപ്പിച്ചു തന്നു ചില കാര്യങ്ങൾ. സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോകുന്നു. അടുത്തതായിട്ട് നമ്മുടെ മുന്നിലെത്തുന്നു ഹഫ്സ സഫ്രീൻ ആൻഡ് ഹഫ്സ സിദ്ര. 2 പേരും അവതരിപ്പിക്കുന്ന ഒരു ഡുവറ്റ് സോങ്. AMUPS മുണ്ടംപറമ്പ്, മലപ്പുറം മുണ്ടംപറമ്പിലെ 2 കൊച്ചു കൂട്ടുകാർ 10ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥിനികളാണ്, ഹഫ്സ സഫ്രീനും ഹഫ്സ സിദ്രയും. നമുക്ക് അവരുടെ ഒരു ഗ്രൂപ്പ് സോങ്ങിലേക്ക് ഒന്ന് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഹഫ്സ സഫ്രീൻ. ഞാൻ ഹഫ്സ സിദ്ര. ഈ ദുനിയാവിൽ ഇന്ന് അലങ്കാരമായി വാഴേണ്ട, അതിലറിയാതലിഞ്ഞ് അഹങ്കാരമിൽ വീഴേണ്ട. ഈ കബറിന്റെ നോവ് പറയാൻ കഴിയുകയില്ല, അതിലുള്ളെന്റെ ഹാല് ഇന്നാർക്കും അറിയുകയില്ല. ഈ ദുനിയാവിൽ ഇന്ന് അലങ്കാരമായി വാഴേണ്ട, അതിലറിയാതലിഞ്ഞ് അഹങ്കാരമിൽ വീഴേണ്ട. ഈ കബറിന്റെ നോവ് പറയാൻ കഴിയുകയില്ല,
അതിലുള്ളെൻ്റെ ഹാല് ഇന്നാർക്കും അറിയുകയില്ല. ഈ പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചെടികൾക്കടിയിൽ ഞാനും ഒരു മിന്നിന്നൊളിവില്ലാഞ്ചന തെല്ലുമതില്ലാതെ ഒരുപാടു പ്രതീക്ഷകൾ കണ്ടു നടന്നവനാന ദുനിയാവിൽ. ഒരു നിമിഷം കൊണ്ടെൻ റൂഹ് പിരിഞ്ഞു പറയാതെ. സക്കറാത്ത് ഞാനറിഞ്ഞു, ആത്മാവ് വേർപിരിഞ്ഞു. സക്കറാത്ത് ഞാനറിഞ്ഞു, ആത്മാവ് വേർപിരിഞ്ഞു. മണിമേട മുകളിൽ ഞാനേറെ രസിച്ചവനാ, മണ്ണിൻ്റെ വിരിയാണിന്നതിൽ ഖേദിച്ചവനാ. മണിമേട മുകളിൽ ഞാനേറെ രസിച്ചവനാ, മണ്ണിൻ്റെ വിരിയാണിന്നതിൽ ഖേദിച്ചവനാ. ഈ ദുനിയാവിൽ ഇന്ന് അലങ്കാരമായി വാഴേണ്ട, അതിലറിയാതലിഞ്ഞ് അഹങ്കാരമിൽ വീഴേണ്ട. ഈ കബറിൻ്റെ നോവ് പറയാൻ കഴിയുകയില്ല, അതിലുള്ളെൻ്റെ ഹാല് ഇന്നാർക്കും അറിയുകയില്ല. സ്ഥാനങ്ങൾ മാനങ്ങൾ മികവാലെ കൊണ്ടു നടന്നവനാ, ആരാരും തുണയില്ലാതെ മണ്ണറയിൽ ഇന്ന്. പണവും പത്രാസും പദവികളേറെ നിറഞ്ഞു നിന്നവനാ, ആർക്കാർക്കും വേണ്ടാത്തൊരു വിടിമണ്ണായി ഞാനിന്ന്. ആ നല്ല കാലമെല്ലാം ഈയുള്ളവനായതില്ല, ആ നല്ല കാലമെല്ലാം ഈയുള്ളവനായതില്ല. സുബ്ഹാന്റെ കൽപ്പനയോടൊന്ന് വണങ്ങിടാൻ, ഫർദാന്റെ മുന്നിൽ ചെന്നിട്ടൊന്ന് കുനിഞ്ഞിടാൻ. സുബ്ഹാന്റെ കൽപ്പനയോടൊന്ന് വണങ്ങിടാൻ, ഫർദാന്റെ മുന്നിൽ ചെന്നിട്ടൊന്ന് കുനിഞ്ഞിടാൻ. ഈ ദുനിയാവിൽ ഇന്ന് അലങ്കാരമായി വാഴേണ്ട, അതിലറിയാതലിഞ്ഞ് അഹങ്കാരമിൽ വീഴേണ്ട. ഈ കബറിൻ്റെ നോവ് പറയാൻ കഴിയുകയില്ല, അതിലുള്ളെൻ്റെ ഹാല് ഇന്നാർക്കും അറിയുകയില്ല. ഈ ദുനിയാവിൽ ഇന്ന് അലങ്കാരമായി വാഴേണ്ട, അതിലറിയാതലിഞ്ഞ് അഹങ്കാരമിൽ വീഴേണ്ട. ഈ കബറിൻ്റെ നോവ് പറയാൻ കഴിയുകയില്ല, അതിലുള്ളെൻ്റെ ഹാല് ഇന്നാർക്കും അറിയുകയില്ല. ശുക്രൻ. ശുക്രൻ. മാഷാ അല്ലാ, രണ്ട് കൊച്ചു കൂട്ടുകാരികളിലെ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന മലപ്പുറം മുണ്ടംപറമ്പ് AMUP സ്കൂളിലെ ഹഫ്സ സഫ്രീനും ഹഫ്സ സിദ്രയും ദുനിയാവിൽ നമ്മൾ എങ്ങനെയാവരുത്, എങ്ങനെ ആവണം എന്നുള്ള ചിന്തകൾ നമുക്ക് ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ സമ്മാനിച്ചുകൊണ്ട് രണ്ട് പേരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ നമ്മളെ ഓർമ്മിപ്പിച്ച ഡുവറ്റ് സോങ്ങാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. മാഷാ അല്ലാ, നല്ല ഉഷാറായിട്ടുണ്ടല്ലേ. നമുക്കിത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. രണ്ട് കൊച്ചു സഹോദരിമാർ. ഏതായിരുന്നാലും സ്റ്റാർ ക്വസ്റ്റ് വീണ്ടും മുന്നോട്ട് തന്നെ പോകുന്നു. അൽ ഹിക്മ മദ്രസയിൽ നിന്നും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ മെൻഹയുടെ ഒരു അടിപൊളി സ്റ്റാർ ക്വസ്റ്റ് ഗാനം നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്മാഉല്ലാഹിൽ ഹുസ്നാ, there are 99 names of Allah. There are 99 names of Allah. Asma'ullahul husna, there are mentioned in the Holy Quran. La ilaha illahu Rahman,
لا إله إلا هو رحمن الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار والمتكبر الخالق المعبد المصفر عزيز الوهاب. There are 99 names of Allah, أسماء الله الحسنى. There are mentioned in the Holy Quran. لا إله إلا هو رحمن لا إله إلا هو رحمن الوهاب الرزاق العليم الفتاح السميع البصير اللطيف الخبير الغفور الحليم الشكور العزيز العلي الكبير الحفيظ الكريم. There are 99 names of Allah, أسماء الله الحسنى. There are mentioned in the Holy Quran. لا إله إلا هو رحمن لا إله إلا هو رحمن. മാഷാ അല്ലാ, നമ്മുടെ ഫാത്തിമ മെഹന. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പേര് അവതരിപ്പിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് മാറി, സ്പെല്ലിങ് മാറി, സോറി. ഞാൻ നേരത്തെ പറഞ്ഞത് മെൻഹ എന്നാണ്, പക്ഷേ അവളുടെ പേര് ശരിക്കും മെഹന എന്നാണ്. ഏതായിരുന്നാലും 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അൽ ഹിക്മ മദ്രസയിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കോട്ടക്കൽ സ്വദേശിയായ നമ്മുടെ ഫാത്തിമ മെഹന അല്ലേ, ഇംഗ്ലീഷിൽ അസ്മാ ഉൽ ഹുസ്നയെക്കുറിച്ച് ഒരു കൊച്ചുഗാനം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു. ഏതായിരുന്നാലും ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഷവ്വാൽ അമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് വീണ്ടും നമ്മൾക്ക് കൊച്ചുകൂട്ടുകാരുടെ ഗാനങ്ങളും പ്രസംഗങ്ങളും ചരിത്ര സംഭവങ്ങളുമായി വീണ്ടും ഒരുമിച്ച് കൂടാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.